ഹലോ ഫ്രണ്ട്സ്, PSC ടോപ്പിക് തനുവിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഫിസിക്സിൽ നിന്നാണ്. 3 മാർക്കിനുള്ള ഫിസിക്സ് നമുക്ക് 8 ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും നമുക്ക് കീറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകളാണ്. അതിൽ ദ്രവ്യം എന്ന പാർട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നിങ്ങനെ 8 ചാപ്റ്റേഴ്സായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദ്രവ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം എന്ന്. അപ്പോൾ 7 അവസ്ഥകളുണ്ട്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അത് മറക്കരുത്. വളരെ ഉയർന്ന ഊഷ്മാവിലാണ്. ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. അപ്പോൾ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർന്ന് ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് നമ്മൾ ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. അപ്പോൾ നമുക്ക് ദ്രവ്യത്തിന്റെ അളവ് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ് അഥവാ പിണ്ഡം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഹിഗ് ബോസോൺ. ദ്രവ്യത്തിന്, അപ്പൊ ദ്രവ്യം എന്താ നമ്മൾ പറഞ്ഞു? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം. അപ്പൊ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഹിഗ് ബോസോൺ. എന്താണ്? ഹിഗ്സ് ബോസോൺ. സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്. ആരുടെയൊക്കെയാണ്? സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്. ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ് ബോസോൺ ആണ്. അപ്പോൾ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ് ബോസോൺ. അപ്പോൾ ദൈവഗണം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹിഗ് ബോസോൺ ആണ്. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞർ ലിയോൺ ലിഡർമാൻ. അപ്പോൾ ഹിഗ് ബോസോൺ എന്താണെന്നറിയാം. എന്താണ്? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ്. അപ്പോൾ ദൈവകണം എന്നറിയപ്പെടുന്നതും ഈ ഹിഗ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ. ഈ ഹാഡ്രോൺ എന്താണ്? ക്വാർക്കുകൾ. നമ്മൾ ക്വാർക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ക്വാർക്ക്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഈ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ. ഇനി ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് എന്ത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന് ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജെൽമാനും ജോർജ് സിഗും. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജെൽമാനും ജോർജ് സിഗും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ എന്താണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അടുത്ത താപനില തണുപ്പിക്കുമ്പോൾ വളരെ അടുത്തത് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. അപ്പോൾ അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ടൈം ക്രിസ്റ്റൽ. അപ്പോൾ ഇത് ഇനി വരാനുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ്? അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ടൈം ക്രിസ്റ്റൽ. അപ്പോൾ നമുക്ക് പലതും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് വരെയാണ് ചോദിക്കുന്നത്. എന്നാലും ടൈം ക്രിസ്റ്റൽ വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് വന്നതായും റിപ്പോർട്ടുകൾ പിള്ളേർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കേട്ട് നോക്കുക. ആവശ്യമുള്ള നോട്ടുകൾ എഴുതിയെടുക്കുക. അഡീഷണൽ പോയിൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മ പൈറോജനിക് ദ്രവ്യമാണ്, അതായത് വളരെ കൂടിയ ഊഷ്മാവിലാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. പിന്നെ ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.